ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു മാങ്ങ കൊണ്ടുള്ള ഐറ്റമാണ് മാംഗോ ലഡു. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, വലിയ പ്രയാസമൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനാവശ്യമായ സാധനങ്ങൾ: മാങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് നട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ബദാമും പിസ്തയും കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്, അല്പം പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാംഗോ ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പം നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ പീസസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. ഞാനിവിടെ മാങ്ങ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 കപ്പോളം മാങ്ങ അരച്ചെടുത്തതുണ്ട്. അരക്കപ്പ് മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 1/4 കപ്പിന് നമ്മൾ 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കണം. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വയ്ക്കുക. ഇനി നമുക്കതിലേക്ക് നട്ട്സ് ഒന്ന് ചൂടാക്കി എടുക്കണം. നിങ്ങൾക്ക് നട്ട്സ് ഇത്ര പോരാ എങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് എല്ലാം ഒരു 5 വീതം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നട്ട്സ് നല്ലവണ്ണം കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും അധികം എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം പൊടിഞ്ഞു പോവേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ 1.5 കപ്പ് കോക്കനട്ട് ഉണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാതെ വിധത്തിൽ വേണം നമ്മളിതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് അടുത്തതും ചെയ്യുന്നത്. ഈ മാങ്ങയൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പഞ്ചസാര മാങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം മധുരം ആവശ്യമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണെങ്കിൽ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. അതും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കാണാൻ തന്നെ നല്ല കളറുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച്
നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, നെയ്യ് കൂടെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ചൂടാക്കാം. അധികം ഡ്രൈ ആയി പോകരുത്, കുറച്ച്. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. ഞാനിവിടെ മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ട്. ഇനി ഇതെടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. ഒരു ലഡുവിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ബോളാക്കി എടുത്തിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. അതിൻ്റെ മുകളിലൊക്കെ തേങ്ങയാകുന്ന വിധത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുത്ത് തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് മുക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം.